രേവതിയെടുത്ത് ഇതൊക്കെ ഇവിടുന്ന് പിടിച്ചേ? ആ, ഇതെന്റെ അമ്മയുടെ അമ്മയൊക്കെ ചെയ്തു തന്നിരുന്നതാ. പഴമക്കാർക്ക് ഇതൊക്കെ അറിയാലോ. ആ, ശരിയാ ശരിയാ. മോളെ, ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തവള് മടിച്ചേ പോട്ടോ. അവൾ അല്ലെങ്കിൽ മടിച്ചല്ലേ അച്ഛാ? അവള് മടിച്ചൊന്നും അല്ല കേട്ടോ, നല്ല ഉത്സാഹവതിയാ അല്ലേ വർഷേ? മതി ചേച്ചി. ആ, എവിടെ പോന്നു? ഇവിടെ ഇരിക്ക. ഞാനേ മുടിയൊക്കെ ഒന്ന് ചീക്കിയിട്ടരാം. ഇതെന്താ വർഷേ നിന്റെ മുടി ആകെ ചകിരി പോലെ? അതെ, അമ്മ തന്നുവിട്ട നല്ല കാച്ചി എണ്ണയുണ്ട്, നിനക്ക് ഞാനത് തേച്ചുതരാം. അത് തലയിൽ തേച്ചൊരു കുളിച്ചാ മതി. തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും, സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. നല്ല സ്വപ്നങ്ങളൊക്കെ കാണണ്ടേ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഇപ്പോഴേ കാണാം. ഇവളെ എണ്ണ തേച്ച് തന്നെ ഇവളെ എണ്ണയായിരിക്കും തേക്കുന്നേ, എണ്ണയല്ല. എന്തായാലും നോക്കി പഠിപ്പിക്കുന്നേ? ശ്രീകാന്ത് എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? എന്നിട്ട് പൊക്കൂടെ? തുടങ്ങിയോ രണ്ടുപേരും? നല്ല വീക്ക് വെച്ചേരും കേട്ടോ, മിണ്ടായിരുന്ന രണ്ടുപേരും. വാ, ഞാൻ തലയിലെ എണ്ണ തേച്ചു തരാം. എന്നാ പിന്നെ എണ്ണ മാത്രം ആക്കണ്ട, അവളെ കുളിപ്പിക്കുക കൂടെ ചെയ്യും. കൊച്ചു കുഞ്ഞാണല്ലോ. അവള് കൊച്ചു കുഞ്ഞൊന്നും അല്ല, പക്ഷേ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ, ഇവൾ ഈ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ തരുന്നത് വരെ വർഷ എന്റെ കൈകളിൽ തന്നെ ആയിരിക്കും. രേവതി മോൾക്ക് ഇനി വിശ്രമിക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ, ശ്രുതി കൂടി വരല്ലേ. ഇനിയിപ്പോ രണ്ടുപേരെയും നോക്കണ്ടേ? ശ്രുതി എടുത്തിയുടെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളും. എനിക്ക് പിന്നെ അവളുടെ കാര്യം പോക്ക. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾ കൂടി പിറക്കാൻ പോവാ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുടുംബം വളർന്നുകൊണ്ടിരിക്കുക. എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുക. പിന്നെ രേവതി മോളെയും സച്ചിയെയും എത്രയും വേഗം ദൈവം അനുഗ്രഹിക്കട്ടെ. അതും അടുത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നേ. എന്താ എടുത്തി? ഒന്നുമില്ലടാ, നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ അപ്പൊ തന്നെ നടക്കണമെന്നില്ലല്ലോ അല്ലേ? കുറച്ച് കാത്തിരുന്നാ നടക്കുമായിരിക്കും. നടക്കും ചേച്ചി. സച്ചി, നമുക്ക് ലെഫ്റ്റിലേക്കല്ലേ പോകേണ്ടത്? അല്ല, എന്താ നേരെ പോകുന്നേ? അതിന് നമ്മളിപ്പോ വീട്ടിലേക്കല്ലോ പോകുന്നത്. പിന്നെ പിന്നെ എവിടേക്കാ പോകുന്നേ? ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലേക്കോ? അല്ല, ആരെ കാണിക്കാനാ? പാർലറ്റത്തിൽ കാണിക്കാൻ തന്നെ. എന്നെ കാണിക്കാനോ? അതിന് എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. അത് പിന്നെ ഡോക്ടറെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. നീ പറയണ മോളെ, ഇതൊക്കെ ഒരമ്മ അറിഞ്ഞു ചെയ്യണ്ടേ?
ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തണം. അമ്മയ്ക്കും കുഞ്ഞിനും വല്ല കുഴപ്പമുണ്ടെന്നൊക്കെ അറിയണ്ടേ? കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് ചികിത്സിച്ച് പരിഹരിക്കണ്ടേ? അല്ല, ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു ആന്റി. എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യമില്ല. സച്ചി, നീ വീട്ടിലേക്ക് വണ്ടി വിട്ടോ? അയ്യോ, ഞാൻ ടോക്കണൊക്കെ ബുക്ക് ചെയ്തല്ലോ. എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ, ഇനിയിപ്പോ എന്തായാലും അങ്ങ് കാണിച്ചിട്ട് പോവാം. വേണ്ട ആന്റി, ഞാനാണെങ്കി ഞാൻ ഭയങ്കര ടയേർഡാ. നമുക്കേ വേറൊരു ദിവസം ഡോക്ടറെ കാണാം. അയ്യോ, ടയർഡാണോ? അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ കാണിക്കണം. എന്തോ പ്രശ്നമുണ്ട്. സച്ചി, ഒരു പ്രശ്നവുമില്ല, വണ്ടി വീട്ടിലേക്ക് വിട്. എന്താ ശ്രുതി മോളെ ഇത്? നീ എന്തിനാ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നേ? ഞാൻ ടോക്കൺ വരെ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? എന്തായാലും നമ്മളിന്ന് ഡോക്ടറെ കാണും. മോളെ മിണ്ടാതിരിക്കട്ടോ. ഡോക്ടറെ കണ്ട ഞാൻ പ്രഗ്നന്റ് അല്ല, കള്ളം പറഞ്ഞാണെന്ന് ഇവർക്ക് മനസ്സിലാവും. അതോടെ എല്ലാം അവസാനിക്കും. ഇവർ പിന്നെ ഈ ജന്മം എന്നെ വീട്ടിൽ കയറ്റില്ല. നീ എന്താടി കരുതിയേ? ഞാൻ മണ്ടിയാണെന്നോ? അല്ല, ശ്രുതിയെ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന കാര്യം അമ്മേനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. നിന്നോട് എന്തിനു പറയണം മോനെ? പ്രസവം കഴിയുന്നവരെ ഇവൾ എന്റെ കയ്യിലല്ലേ. ഇനി ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നീയേ ഒന്നും അറിയണ്ട. ശ്രുതി, ദേ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കണ്ടോ? എന്റെ പൊന്നമ്മ. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ശ്രുതി വാ. അല്ല, അത് മോളെ ശ്രുതി, ഇറങ്ങ മോളെ. വാ ആന്റി. ഇറങ്ങ ശ്രുതി. എന്താ നീ ഇറങ്ങാത്തെ? നല്ല ക്ഷീണം ഉണ്ടാവും. പാവം, നടക്കാൻ പോലും പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അതാണോ ഇറങ്ങാത്തെ? അല്ല, അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രശ്നമൊന്നും കണ്ടില്ലല്ലോ. അല്ല, അത് പിന്നെ എടാ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥയല്ല ഇപ്പോ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാ അല്ലേ അമ്മേ? ആണോ? ആ, പെട്ടെന്ന് ക്ഷീണം വരും, പോവും. പിന്നെയും ക്ഷീണം വരും, പോവും. അയ്യോ, എങ്കിലേ ഞാൻ പോയി ഒരു വീൽ ചെയർ എടുത്തിട്ട് വരാം. വീൽ ചെയറോ? സ്ട്രെച്ച് എടുത്തിട്ട് വാടാ. ആ ശരിയാ, നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി പെട്ടെന്ന് എടുത്തിട്ട് വരാം. അതൊന്നും വേണ്ട സുധി. അയ്യോ, വേണം വേണം വേണം. ഇപ്പൊ വരേ. ആന്റി, അതൊന്നും വേണ്ട ആന്റി. ഡോക്ടർ കാണിക്കൊന്നും വേണ്ട. എന്തിനാ മോളെ വാശി പിടിക്കുന്നേ? നീ മിണ്ടാതിരിക്കേ. അത് ഈ ഹോസ്പിറ്റൽ അത്ര നല്ലതൊന്നും അല്ല. നമുക്ക് നാളെ വേറൊരു നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാം. ഏയ്, ഇത് നല്ല ഹോസ്പിറ്റലാ. ഇവിടെ കിട്ടുന്ന ചികിത്സ ഈ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലും കിട്ടില്ല. മാത്രമല്ല, അമ്മായിമ്മ നോക്കിയില്ല, നല്ല ചികിത്സ കൊടുത്തില്ല എന്നൊക്കെ നാട്ടുകാരെ നാളെ പറയരുതല്ലോ, അല്ലേ അമ്മേ? ആ, ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തിയാൽ ഞാൻ പ്രഗ്നന്റ് അല്ലാന്ന് മാത്രമല്ല, ഞാൻ മുന്നേ പ്രസവിച്ചിട്ടുണ്ടെന്നും ഇവരറിയും. അതോടെ എല്ലാം അവസാനിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ഇറങ്ങി വാ. നമുക്ക് കിടന്നു പോവാം. സുധി, വേണ്ട സുധി, ഇതൊന്നും വേണ്ട. നിനക്ക് ക്ഷീണം കാരണം നടക്കാൻ വയ്യാത്തോണ്ടല്ലേ ഇതിൽ കിടന്നു പോവാം. അല്ല, ഞാനേ എടുത്ത് കിടത്തണം. എന്ത് ചോദ്യടാ? എടുത്തങ്ങ് കിടത്തറ. സുധി, എന്താ കാണിക്കുന്ന സുധി? എന്താ സുധി ഇതൊക്കെ?
യ്യോ, ഒന്നുമില്ല, ശ്ശോ, ഒരു കുഴപ്പമില്ല കേട്ടാ, സുധി. ഒന്നുമില്ല. അവിടെ യ്യോ, വേണ്ട സുധി. ശ്ശെ, സുധി. നല്ല സന്തോഷത്തിലാണല്ലോ. നമ്മുടെ മകള് ഭാഗ്യവതിയാ മഹിമേ. അന്ന് ശ്രീകാന്തുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കാത്തതിൽ എനിക്കിപ്പോ കുറ്റബോധമുണ്ട്. എന്ത് നല്ല പയ്യനവൻ. നമ്മളുടെ മകളെ അവൻ നന്നായി നോക്കുന്നുണ്ട്. നല്ലൊരു ഭർത്താവിന് കിട്ടിയ അവൾക്ക്. രവീന്ദ്രനാണെങ്കിലോ അവൾക്ക് സ്വന്തം അച്ഛനെ പോലെയാ, സച്ചി ഏട്ടനെ പോലെയും. എത്ര നല്ല മനുഷ്യരാ അവരൊക്കെ. നല്ലൊരു കുടുംബത്തിലേക്കാ നമ്മുടെ മകള് കയറി ചെന്നത്. വർഷയും ശ്രീകാന്തിനോട് എത്തിക്കാൻ നീ ഇനി ഒരടവും നോക്കണ്ട. അവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കട്ടെ. അവിടെ കിട്ടുന്ന സന്തോഷം എന്റെ മോൾക്ക് ഇവിടെ കിട്ടില്ല. അതെ മധുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നേ? നാടകം കളിക്കാനോ? അതെ, നിങ്ങൾ അഭിനയിക്കുക. ഇപ്പൊ ഈ പറഞ്ഞതൊന്നും എന്റെ മധുവേട്ടനല്ല. എനിക്കറിയില്ലേ നിങ്ങളെ. നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. പക മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാ നിങ്ങള്. അതങ്ങനെ പെട്ടെന്നൊന്നും കേടില്ല. ആരോട് പക? എന്തിന് പക? ജീവിക്കുന്നിടത്തോളം കാലം എല്ലാവരും സ്നേഹിച്ച് സന്തോഷമായിട്ട് കഴിയണം. അതാ ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ അഭിനയം ഒന്ന് നിർത്തിക്കേ. അഭിനയം അല്ല മൈമേ, നീ ഒന്ന് വിശ്വസിക്കേ. എനിക്ക് മനംമാറ്റം ഉണ്ടായി. ഞാനിപ്പോ വേറൊരു മനുഷ്യനാ. ദേ, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ജന്മത്ത് മാറാൻ കഴിയില്ല. അതെനിക്കറിഞ്ഞൂടെ? ഞാൻ മാറിയല്ലോ. എന്റെ മനസ്സിൽ ദുഷ്ടതരങ്ങൾ നിറയ്ക്കുന്ന പഴയ കൂട്ടുകളൊക്കെ ഞാൻ ഒഴിവാക്കി. ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നറിയാമോ? മിസ്റ്റർ രവീന്ദ്രൻ, എന്റെ മരുമകന്റെ അച്ഛൻ. ദേ, മനുഷ്യ കളിക്കരുത്. ഇതൊക്കെ നിങ്ങളുടെ തന്ത്രമാ. നല്ലവനായിട്ട് അഭിനയിച്ച് അവരുടെ പ്രീതി പിടിച്ചുപറ്റി അവരെ തന്ത്രപൂർവ്വം ഇല്ലായ്മ ചെയ്യണം. ആ കുടുംബത്തെ ഇല്ലാതാക്കണം. അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? ആ കുടുംബത്തെ ഇല്ലാതാക്കാനോ? അത് നമ്മുടെ കുടുംബമല്ലേ മൈമേ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചെയ്യും. അത് തന്നെയാ നിങ്ങളുടെ പ്ലാൻ. പറ, ശരിക്കും എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാനും കൂടെ നിൽക്കാന്നേ. ഒരു പ്ലാനും ഇല്ല. നീയായിട്ട് വലുത് പ്ലാൻ ചെയ്ത് ആ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ. അഭിനയിക്ക്. നിങ്ങളുടെ ദുഷ്ട മനസ്സിൽ എന്താ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നെന്ന് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചോളാം. എത്രത്തോളം അഭിനയിക്കുമെന്ന് നോക്കാലോ. സച്ചയെ പോലെ തന്നെ ഇവളും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. ആ, ഒരു ദിവസം അവർക്കെല്ലാം മനസ്സിലാവും. റിലാക്സ്. അല്ല, നിനക്ക് ക്ഷീണം വല്ലതും തോന്നുന്നുണ്ടോ? ദേ, അടുത്ത കയറേണ്ടത് നമ്മളാ. നിനക്ക് എന്ത് അസ്വസ്ഥതകളുണ്ടെങ്കിലും അത് ഡോക്ടറോട് പറയണം. നിന്റെ കള്ളത്തരപ്പ് പൊളിച്ച് കൈ തരാടി. ഡോക്ടറെ ഒന്ന് കണ്ടോട്ടെ. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. എന്താ ചെയ്യണ്ടേ? റിലാക്സ്. ഞാനിപ്പോ പ്രഗ്നന്റ് അല്ല എന്ന സത്യം, ഞാൻ പ്രസവിച്ചിരുന്നു എന്ന സത്യം എല്ലാം അറിയാൻ പോവാ. ഡോക്ടറെ കണ്ടാൽ ആകെ പ്രശ്നം. അവിടെ ഇരിക്കുമോ? അല്ല, ഞാനൊന്ന് ബാത്റൂമില്. വേണ്ട, അതൊക്കെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് പോവാം. ഇപ്പൊ വിളിക്കും. ഡോക്ടറെ കാണിച്ചിട്ട് പോവാലോ.
ശ്രുതി ആരാ? നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. അത് കൊള്ളാം. പിന്നെ ഞങ്ങൾ എന്തിനാ വന്നേ? പിന്നല്ലാതെ. വാ ഇങ്ങോട്ട് വാ. ഹസ്ബൻഡിനും പോവാം. ആ, ഞാൻ വന്ന് നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, ശരി. ആ, ഇരിക്കൂ. മാഡം, ഞാൻ പ്രഗ്നന്റാ. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിരുന്നു. ഞാൻ ഡോക്ടർ രഘുനാഥ് സാറിനെ കാണിച്ചത്. എല്ലാ ടെസ്റ്റും ചെയ്തതാ, ഒരു കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോലും ഡോക്ടറിനെ പോയി കണ്ടിരുന്നു. പ്രശ്നമൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇതെന്റെ ഹസ്ബൻഡും ആൻറ്റിയാ. ഇവരുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഇവർ തന്നെ നിർബന്ധിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ബൈഹാർട്ട് പഠിച്ചു വെച്ചതുപോലെയാണല്ലോ സംസാരം. വള്ളി, കൂടുതൽ പരിശോധനകൾ നടത്താതിരിക്കാൻ അവളിങ്ങനെയൊക്കെ പറയുന്നത്. വള്ളി, കൂടുതൽ പരിശോധനകൾ നടത്താതിരിക്കാൻ അവളിങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ നേരത്തെ വേറെ ഡോക്ടറെ കണ്ടെന്നല്ലേ പറഞ്ഞേ? ആ ഡോക്ടർ തന്ന പ്രിസ്ക്രിപ്ഷനോ സ്കാൻ റിപ്പോർട്ടോ ടെസ്റ്റ് റിസൾട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ? അതൊന്ന് കാണിക്കോ? ഇല്ല ഡോക്ടർ, അതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോക്ടറെ കാണാനാണ് വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ശരി. ശ്രുതി, നമ്മള് വീട്ടിലേക്കല്ലേ പോകുന്നത്? അതെടുത്ത് വയ്ക്കേണ്ടായിരുന്നോ? പിന്നീട് ആവശ്യം വരില്ലേ? അല്ലെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയതിന്റെ റിപ്പോർട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. ആ ഡേറ്റ് ഓർമ്മയുണ്ടോ? ആ, ഇല്ല. താൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ഡേറ്റ് പോലും ഓർമ്മയില്ലേ? ആ, അത് പിന്നെ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഡോക്ടർ, അതുകൊണ്ടാ. നിങ്ങൾ വരൂ. എഴുന്നേറ്റോളൂ. ഇരിക്കൂ. പതുക്കെ. പ്രഗ്നൻസി ടെസ്റ്റ് ഒന്നുകൂടി ചെയ്യണോ ഡോക്ടർ? ഒന്ന് സ്കാൻ ചെയ്യേണ്ടി വരും. ആ, പിന്നെ വേറെ ചില ടെസ്റ്റിനും കൂടി എഴുതി തരാം. ഇതിന്റെയൊക്കെ റിപ്പോർട്ട് ഇന്ന് തന്നെ കിട്ടും. അതുമായിട്ട് എന്നെ വന്ന് കാണണം. അത് നോക്കിയതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാം. അല്ല, മെഡിസിൻസ് ഒന്നും എഴുതുന്നില്ലേ ഡോക്ടർ? റിപ്പോർട്ട് കണ്ട ശേഷം എഴുതാം. എൻ്റെ ഈശ്വര, ഡോക്ടർക്ക് സംശയമുണ്ടെന്ന് തോന്നുന്നു. സ്കാൻ ചെയ്താൽ സത്യം അറിയും. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോണം. അത് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കേ. പിന്നെ വേറെയും കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കേ ആദ്യം സ്കാൻ ചെയ്യാം. വാ ശ്രുതി. അയ്യോ, അയ്യോ.
ദൈവമേ, ഇതെപ്പോ? എനിക്ക് പോയേ പറ്റൂ, എനിക്ക് പോകാതിരിക്കാൻ ശ്രുതി, നീ ഇങ്ങനെ കരയല്ലേ? എനിക്ക് കാണണം. ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. എന്താ നീ കാണിക്കുന്നേ? സ്കാൻ ചെയ്യണ്ടേ നമ്മുടെ കുഞ്ഞ്? അമ്മേ, ഞാൻ മണ്ടി എന്ന് നീ വിചാരിച്ചോടി? എന്തിനാ ശ്രുതിയെ തല്ലിയത്? എടാ, ഇവള് പ്രഗ്നന്റ് അല്ല. ഇനി നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി.